ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ്. നമുക്ക് കുറേ പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി ഇതാണ്, സമ്മർ ഗ്ലോറി ഫിലോണ്ടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ കളക്ഷനിലുള്ള ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ നല്ലൊരു കോപ്പർ കളറായിരിക്കും. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, അതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് കുറച്ച് വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. ഇത് മോൺസ്റ്റർ വിഭാഗത്തിൽ പെട്ട ഒരു പ്ലാന്റ് ആണ്. നല്ല അടിപൊളി വെരിഗേഷനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ വിത്ത് പോട്ട് തന്നെ ആയിരിക്കും കേട്ടോ, ഇതുപോലെ പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. ഇനി അടുത്തത് വൈറ്റ് നൈറ്റ് മാർബിൾ ആണ്. ഇത് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫിലോണ്ടൻ ജോസ്പുവാനോ ആണ്. ജോസ്പുവാന മുമ്പേ ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെറിയ തൈകൾ അത്യാവശ്യം റീസണബിൾ പ്രൈസിലാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും വാങ്ങിക്കാനായിട്ട്. ഇതിൻ്റെ തന്നെ വലിയ സൈസ് പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സാണ് എത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ചൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ സൈസിലുള്ള ഇലകളായിട്ട് മാറും കേട്ടോ. അടുത്തത് നമ്മുടെ ഗ്രീൻ കോങ്കോ ആണ്. ഇതും നല്ല വേരിയേഷനൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡിലൊക്കെ നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഒരു പുതിയ വെറൈറ്റിയാണ്, ക്രീം സ്പ്ലാഷ് എന്ന വെറൈറ്റിയാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ പഴയൊരു ഫിലോ ബ്രസീൽ അതുപോലെയൊക്കെ തോന്നും. പക്ഷെ അതല്ല കേട്ടോ, ഇത് അതിൻ്റെ തന്നെ പുതിയ വെറൈറ്റിയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ടാണ് അതന്നെ ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെരിഗേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല പുതിയ വെറൈറ്റി ആണെന്നുള്ളത്. അതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടോക്കാം കേട്ടോ. അത് ഇതാട്ടോ ഫിലോണ്ടൻ ബ്രസീൽ. ഇതാണ്, ഇതുപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല ക്രീം കളറിലുള്ള ഒരു വേരിയേഷനാണ് കേട്ടോ അതിനുള്ളത്. അടുത്തത് ഫിലോണ്ടൻ ഗോൾഡി മിൻ്റ് ആണ്. അടുത്തത് ഫിലോണ്ടൻ സനാഡോ വെരിഗേറ്റഡ്. അടുത്ത പ്ലാന്റ് ഫിലോണ്ടൻ പിങ്ക് പ്രിൻസസ് ഗാലക്സി. നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്ക് നോർമൽ പിങ്ക് പ്രിൻസസ് അല്ല ഇത് പുതിയ വെറൈറ്റിയാണ്, പിങ്ക് പ്രിൻസസ് ഗാലക്സി. നല്ല പിങ്ക് വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ ഇതിൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് പ്രിൻസസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണിത് കേട്ടോ. അപ്പോൾ ഇതും പുതിയ വെറൈറ്റിയാണ്. നല്ല പിങ്കിന് പകരം ഓറഞ്ച് ഷെയ്ഡായിരിക്കും ഇതിലുള്ളത്. അപ്പോൾ അത് മെച്ചൂർഡ് ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ കാണാനായിട്ട്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ, ഫിലോണ്ടൻ വെരിക്കോസം. ഇതിന് വേരിയേഷനൊന്നുമില്ല, പക്ഷെ എന്താ അറിയില്ല, ഒരു ഭയങ്കര ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും ഭംഗിയാണ്, ബാക്ക് സൈഡിൽ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ അതിലും ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റ് നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താണ് വളർത്തേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല കുറച്ചുകൂടി വലിയ സൈസിലൊക്കെ ഇലകളാവും. ഇതിന് മുമ്പൊക്കെ കുറച്ച് വലിയ സൈസിലുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫിലോണ്ടൻ എൽ ചോക്കോ റെഡ് ആണ്. ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല റെഡ് കളറാണ് കേട്ടോ. ഒരു ചെറിയ വെൽവെറ്റ് ടെക്സ്ചറൊക്കെ ഉള്ള ലീഫാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഫിലോണ്ടൻ ഗോൾഡൻസോ എന്ന വെറൈറ്റിയാണ്. നല്ല നിയോൺ കളറുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. അത് പുതിയ ലീഫ് വരുമ്പോൾ നല്ല ഗോൾഡൻ കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് വന്നിട്ടുള്ളത് ഫിലോണ്ടൻ ലുപ്പിനമാണ്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്. നല്ല വെൽവെറ്റ് ടെക്സ്ചറുള്ള ലീഫാണ്.
അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഫിലോൺഡ്രൻ ഷാരോണയാണ്. ഈ പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ താഴേക്കാണ് കേട്ടോ വളരുന്നത്. നമ്മൾ ആന്തൂറിയംസിൻ്റെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഒത്തിരി സൈസ് താഴേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് കാണാം. ഇത് സിങ്കോണിയം ഫ്രോസ്റ്റഡ് ഹേർട്ട് എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കാണാനായിട്ട് നല്ല വൈറ്റ് കളറാണ്. ഇലകളിൽ നല്ലൊരു പ്രത്യേക പാറ്റേൺസും ചെറിയൊരു വെരിഗേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുതിയ വെറൈറ്റി സിങ്കോണിയാണിത്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ചെടുത്ത് തന്നെ വളർത്താൻ പറ്റും. സിങ്കോണിയം ഫ്രോസ്റ്റഡ് ഹാർട്ട് ഈ ഒരു സൈസിലുള്ള തൈകളുള്ളത്. അതുപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ മിൽക്ക് കോൺഫെറ്റി എന്ന വെറൈറ്റിയാണ്. ഇത് ഈ ഒരു സൈസിലുള്ള കുറച്ച് തൈകൾ മാത്രമേ നമുക്കുള്ളൂ. നല്ല പിങ്ക് പാറ്റേൺസൊക്കെ വന്നിട്ടുള്ള വെറൈറ്റിയാണ്. അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി തന്നെയായ സിങ്കോണിയം സ്ട്രോബെറി ഐസ് ആണിത്. ഇതും നല്ല പിങ്ക് ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ സിങ്കോണിയ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി സിങ്കോണിയത്തിൻ്റെ മൊജിത്തോ എന്ന വെറൈറ്റിയാണിത്. ഇതിൽ നല്ല വേരിയേഷനൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇനി നമുക്ക് വീണ്ടും ഫിലോ വെറൈറ്റിയാണ്. ഫിലോണ്ടൻ ഓറഞ്ച് മെർമലാഡാണ്. നല്ല നിയോൺ കളറുള്ള ലീഫും പുതിയ ലീഫ് വരുമ്പോൾ നല്ല ഓറഞ്ച് കളറും റെഡൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അത്. അടുത്ത് നമുക്ക് സ്റ്റിക്ക് വെച്ചൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫിലോണ്ടൻ ബ്രാൻഡിറ്റിയാന. ഇതിങ്ങനെ താഴേക്ക് വളരുമ്പോൾ ഇലകളൊന്നും സൈസ് ഉണ്ടാവില്ല. കുറച്ച് സ്റ്റിക്കൊക്കെ വെച്ച് മുകളിലേക്ക് വളരുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഇലകളൊക്കെ വരും കേട്ടോ. ഇതും നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തേണ്ട ഒരു ഫിലോ വെറൈറ്റിയാണ്. ഫിലോണ്ടൻ സോദിറോയ്. ഏകദേശം ഒരുപോലൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ചെറിയ മാറ്റമുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലിയ ലീഫാണ് ഇതിനുള്ളത്. അടുത്തത് വീണ്ടും ഫിലോ വെറൈറ്റി തന്നെയാണ്. ഇത് നമുക്ക് ഫിലോണ്ടൻ ഫ്ലോറിഡ ബ്രൗൺസ് ആണ്. നല്ലൊരു കോപ്പർ കളർ പ്ലാന്റ് ആണ് കേട്ടോ. അതിന് കോപ്പർ കളർ ലീഫാണ് ഇതിനുള്ളത്. ഉണ്ട് ഇതുപോലെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കളക്ഷനിലില്ലാത്തവർ പെട്ടെന്ന് ആയിക്കോട്ടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഫിലോണ്ടൻ ഗോൾഡി കുറച്ച് വലിയ സൈസിലുള്ള ഒരു പ്ലാന്റാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു കെയറിങ് ആവശ്യമില്ലാതെ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇനി നമുക്ക് ആന്തൂറിയം പ്ലാന്റ്സ് കുറച്ച് വന്നിട്ടുണ്ട്. ഇത് ആന്തൂറിയം ക്യൂൻ ചെറിയ സൈസിലുള്ള പ്ലാന്റാണ്. ഇത് ആന്തൂറിയം ലക്ഷൂറിയൻ ആണ്. ഇതൊക്കെ നമുക്കിതുപോലെ തന്നെ വിത്ത് പോട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. ഇതൊരു ആന്തൂറിയം പ്ലാന്റ് ആണ്. ആന്തൂറിയം വില്ലനോറോ. അപ്പോൾ നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. അടുത്തത് നമുക്ക് ആന്തൂറിയത്തിൻ്റെ തന്നെ ഒരു മദർ പ്ലാന്റ് ആണ്. ആന്തൂറിയം ബ്രൗണി. നല്ല വലിയ സൈസിലുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മദർ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇനി നമുക്ക് ഒരു ഫിലോ വെറൈറ്റി കൂടെ ഉണ്ട്. ഫിലോണ്ടൻ ബ്ലാക്ക് ബില്ലറ്റ് ആണ്. ഗ്രീൻ ബില്ലറ്റ് ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് നല്ല പുറകുവശത്തൊക്കെ ബ്ലാക്ക് വരുന്ന പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.